ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൊല്ലം ആനൂർക്കാവ് അപകടത്തിൽ പ്രതിക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. അജ്മൽ വാഹനം ഓടിച്ചത് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് കൊല്ലം റൂറൽ SP പറഞ്ഞു. കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെ കേസിൽ പ്രതി ചേർക്കും. ഡോക്ടർക്കെതിരെ പ്രേരണാ കുറ്റമായിരിക്കും ചുമത്തുക. അത് ഇൻവെസ്റ്റിഗേഷനുള്ള കേസിൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്താൻ പറ്റത്തില്ല. കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ സമയത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അത് ഈ വീഡിയോ റെക്കോർഡ് എടുത്ത നാളെ കേസിന് എഗെയിൻസ്റ്റായിട്ട് വരും. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനുള്ള കേസിൽ എനിക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യും. പ്രതിയാണ്, ക്രിമിനൽ കേസ് പ്രതി. ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. അപകടമുണ്ടാക്കിയ വാഹനത്തിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ കൊല്ലത്തെ വലിയത്ത് ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കി. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് പരിക്കേറ്റ ഫൗസിയ പ്രതികരിച്ചു. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തിയെ കാറിന്റെ ഫ്രണ്ടിലോട്ടാണ് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറി ഇറങ്ങി പോയത് ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. വണ്ടി നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താ വന്നത്. ഒട്ടും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, അല്പസമയമാണല്ലോ കൊല്ലം റൂറൽ SP ഈ അപകടവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. എന്തൊക്കെയാണ് റൂറൽ SP പറഞ്ഞത്? ഇതിൽ വനിതാ ഡോക്ടർ കൂടി പ്രതി ചേർക്കും എന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട്. മറ്റൊരാൾ കൂടി ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ നേരത്തെ കണ്ടു. എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു? വിജയകുമാർ, സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഈ സംഭവം നടക്കുമ്പോൾ വാഹനത്തിനുള്ളിൽ 2 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ച അജ്മലിനെതിരെയാണ് മനഃപൂർവ്വമായ നരഹത്യക്ക് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ അപകടം ഉണ്ടായ സമയത്ത് ആ ഡോക്ടറുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന ഒരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ വിഷയത്തിൽ ഡോക്ടർക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ നിലവിലുള്ള തീരുമാനം. നിലവിൽ പോലീസ് പറയുന്നത് അജ്മൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. അജ്മലിനെതിരെ നേരത്തെ തന്നെ കേസുകളുണ്ട്. ചീറ്റിംഗ് കേസുകളും മോഷണ കേസുകളിലും അടക്കം പ്രതിയാണ്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഡോക്ടറെ ആശുപത്രിയിലെത്തി കണ്ടുള്ള സൗഹൃദമാണ് അജ്മലിനുള്ളത്. ഈ സൗഹൃദമാണ് പിന്നീട് ഇവർ തമ്മിലുള്ള വലിയ അടുപ്പത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഓണത്തോടനുബന്ധിച്ച് ഇരുവരും ചേർന്ന് സുഹൃത്തിന്റെ വീട്ടിലെത്തി മദ്യവെച്ച ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിന് പിന്നാലെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറെ സംരക്ഷിക്കാനാണ്, തന്റെ സുഹൃത്തിനെ സംരക്ഷിക്കാനാണ് വാഹനവുമായി താൻ കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് നിലവിൽ അജ്മൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ ഡോക്ടർ നിരവധി തവണ ഈ അജ്മലിനോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു എന്ന മൊഴി ഡോക്ടറും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഈ വാഹനം അമിത വേഗതയിലായിരുന്നു എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിന് ശേഷവും ഈ വാഹനം പോയത് അമിത വേഗതയിലായിരുന്നു. ആ പോയ വഴിക്ക് വെച്ചും പിന്നീടും ഈ വാഹനം നിരവധി വാഹനങ്ങളെ ഇടിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിക്കുമോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. എന്നാലും സംഭവത്തിൽ അന്വേഷണം പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഫോറൻസിക് അടക്കം ഇപ്പോഴെത്തി ഈ വാഹനവുമായി ബന്ധപ്പെട്ട പരിശോധന കൂടി പൂർത്തിയാക്കും. മരിച്ച കുഞ്ഞുമോളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അരുൺ, ഈ കാറിലൊപ്പം ഉണ്ടായിരുന്ന ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ വനിതാ ഡോക്ടറുടെ മൊഴിയും ഇയാൾക്കെതിരാണ് എന്ന് തോന്നുന്നു അല്ലേ? ഈ വാഹനം നിർത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ വനിതാ ഡോക്ടർ എന്നാണോ അവർ പോലീസിനോട് പറയുന്നത് ഇപ്പോൾ? തീർച്ചയായും വാഹനത്തിന് പിന്നാലെ ആളുകളുണ്ട്. അതിനാൽ ഈ വാഹനം നിർത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടു. പക്ഷേ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഈ വനിതാ ഡോക്ടറായ ശ്രീകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന് ഇപ്പോൾ ഇല്ല. കാരണം നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഈ വാഹനം അപകടത്തിൽപ്പെട്ട സമയത്ത് തന്നെ വാഹനം നിർത്താൻ തങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ പുറകിലിരുന്ന ആളാണ് പോകാൻ നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് നാട്ടുകാരുടെ മൊഴി. ഇത് തമ്മിൽ ഒരു ചർച്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഈ മൊഴികൾ സാധൂകരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത്. അത് പക്ഷേ ഈ പ്രതികൾ നൽകിയ മൊഴികൾ തമ്മിൽ പരസ്പരം യോജിക്കുന്നതാണ്. കാരണം തന്റെ കൂട്ടുകാരിയെ സംരക്ഷിക്കാനാണ് താൻ
വാഹനം മുന്നോട്ടെടുത്തത് എന്നുള്ള മൊഴിയാണ് അജ്മൽ നൽകുന്നത്. അജ്മൽ പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ആ നാടിന്റെ ചുറ്റുപാടറിയാം, ആ നാട്ടുകാരിൽ ചിലർക്ക് തന്നോട് വിരോധമുണ്ട്, അതിനാൽ ആ വാഹനം അവിടെ നിർത്തിയാൽ തനിക്ക് ജീവന് പോലും ഭീഷണി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് താൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരിയെ കൂടി എന്നിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ അവിടെ നിന്ന് വാഹനവുമായി കടന്നു കളഞ്ഞത് എന്നുള്ള മൊഴിയാണ് അജ്മൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസാണ് ഇനി വ്യക്തത വരുത്തുക. എന്തായാലും അന്വേഷണം ഇതുവരെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എസ്പിയും ഡിവൈഎസ്പിയും അടക്കമുള്ളവർ സ്ഥലത്തെത്തി അവർ കൂടി സാന്നിധ്യത്തിൽ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. കാരണം മാധ്യമങ്ങളടക്കം വാർത്ത എത്തുകയും മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തതോടുകൂടി കേസിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് എസ്പി തന്നെ നേരിട്ടെത്തി ഈ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വിജയകുമാർ, അരുണ, ഈ ഡോക്ടറെ ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കിയിട്ടുണ്ട്. ഒപ്പം ഇയാൾക്ക് ഈ അജ്മലിന് നേരത്തെയും അയാൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. എന്തൊക്കെയോ ഒന്നോ രണ്ടോ കേസുകളുടെ കാര്യം റൂറൽ എസ് പി തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലമാണോ ഈ പ്രധാന പ്രതിക്കുള്ളത്? തീർച്ചയായും ഈ ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ കരുനാഗപ്പള്ളി പോലീസാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കാരണം ഇയാൾക്ക് ചീറ്റിംഗ് കേസുകൾ, അതുപോലെ തന്നെ ചന്ദന കള്ളക്കടത്ത് കേസുകൾ, ഇതിലെല്ലാം തന്നെ ഇയാൾ പ്രതിയാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇത് പക്ഷേ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു, ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും സംഭവത്തിൽ ഈ ഡോക്ടറും കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. സൗഹൃദം രൂപേണ നടിച്ച് തന്റെ മുമ്പിലെത്തിയ ആൾ തന്റെ അതേയുടെ പശ്ചാത്തലം എന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ഡോക്ടർക്ക് ചില ഫാമിലിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്നാണ് ഇയാളുമായി വേഗത്തിൽ ഈ ഡോക്ടർ സൗഹൃദത്തിലാവുന്നത്. ആ സൗഹൃദം ഇയാൾ ചൂഷണം ചെയ്യുകയും ഡോക്ടറുടെ സ്വർണ്ണാഭരണങ്ങളും പണങ്ങളും ഇയാൾ കൈക്കലാക്കുകയും ചെയ്തു എന്നുകൂടി പോലീസിന് മുമ്പിൽ ഈ ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനി പോലീസാണ് വരുത്തുക. മറ്റൊന്ന്, ഈ സംഭവത്തിന് പിന്നാലെ ഈ ഡോക്ടറുടെ നടപടി, ഡോക്ടറുടെ ഭാഗത്തുള്ള ഇത്തരം പ്രവർത്തികൾ അത് ആശുപത്രി കളങ്കമുണ്ടാക്കിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി വലിയത്ത് ഹോസ്പിറ്റലാണ് ഡോക്ടറെ പുറത്താക്കിയതായി അറിയിച്ചിരിക്കുന്നത്. രാവിലെ ചേർന്ന മാനേജ്മെന്റ് യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ആശുപത്രിയുടെ സൽപ്പേരിന് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിലാണ് ഡോക്ടറുടെ നടപടി എന്നതാണ് ആശുപത്രി മാനേജ്മെന്റ് വിശദീകരണം. പ്രതിക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യക്ക് പോലീസ് കേസെടുത്തു. അജ്മൽ വാഹനം ഓടിച്ചത് മദ്യലഹരിയിലായിരുന്നു എന്നാണ് സ്ഥിരീകരണം. ഇയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് റൂറൽ എസ് പി പറഞ്ഞത്. കാറിലൊപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെ കേസിൽ പ്രതി ചേർത്തേക്കും. പ്രേരണാ കുറ്റം ചുമത്തുമെന്നാണ് സൂചന. ഈ ഡോക്ടറെ ആശുപത്രി മാനേജ്മെന്റ് വലിയത്ത് ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കുള്ളിലെന്ന് ആം ആദ്മി പാർട്ടി. നാളെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള കൂടിയാലോചനകൾ പാർട്ടിക്കുള്ളിൽ സജീവമാണ്. മുഖ്യമന്ത്രി MLA-മാരിൽ നിന്നാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സൗരവ് ഭരദ്വാജ് ഒഴിഞ്ഞുമാറി. आपको जितनी जानकारी है उतनी ही मुझे जानकारी है. आप जैसे कयास लगा सकते हैं, मैं भी वैसे ही कयास लगा सकता हूं, मगर आपका कयास लगाना ठीक है, मेरा कयास लगाना ठीक नहीं है, क्योंकि मैं उसका स्टेक होल्डर हूं. इसलिए जो है अभी तक मैं आपको ये बता सकता हूं कि इसके ऊपर कोई चर्चा नहीं है. जैसे ही चर्चा होगी सबसे पहले आप ही को बताना. और कहां बताएंगे बताओ? आप ही को तो बताएंगे, तभी तो आप लोगों को बताएंगे. तो जैसे ही चर्चा होगी मैं बताऊंगा. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. വിനീത VG വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, MLA-മാരിൽ നിന്നാണോ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തോട് സൗരവ് ഭരദ്വാജ് പ്രതികരിച്ചില്ല. അപ്പോൾ സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നീക്കമുണ്ടെന്ന് അത്തരം ചില സൂചനകൾ നേരത്തെ കേട്ടിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കെ സുനിത പാർട്ടി വേദികളിൽ സജീവമായിരുന്നു, പ്രചാരണ വേദികളിൽ സജീവമായിരുന്നു. ഡൽഹിയിലൊക്കെ പ്രചാരണത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സാധ്യതയെ പറ്റിയാകുമല്ലോ മാധ്യമങ്ങൾ ചോദിച്ചത്. എന്നാൽ അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല. എന്താണ് ആം ആദ്മി പാർട്ടിയിൽ നടക്കുക? പകരം ആരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രഥമ പരിഗണനാ പട്ടികയിൽ അത് സുനിത കെജ്രിവാളിന്റെ പേര് ഉൾപ്പെടെയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം കൂടി നിർണായകമാകും. സുനിതയ്ക്ക് പുറമെ സൗരവ് ഭരദ്വാജ്, ഒപ്പം തന്നെ അതിഷി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കൂടിയുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന ഘട്ടത്തിൽ ഈ പ്രചരണത്തിനും പാർട്ടി പരിപാടികൾക്കുമൊക്കെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് സുനിത കെജ്രിവാളാണ്. ആ തരത്തിലാണ് അവരുടെ പേര് കൂടി ഈ ഘട്ടത്തിൽ കേൾക്കുന്നത്. പക്ഷേ അതേസമയം അത്തരമൊരു ചോദ്യം
യാഥാർത്ഥ്യം ഇന്ന് സൗരഭ് ഭരദ്വാജിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. പക്ഷേ ആ ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു വിവരം, മനീഷ് സിസോദിയ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നു, ഇരുവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. ഈ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ, രാജിവെക്കുമെന്നതിന് പിന്നാലെ ഇപ്പോൾ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. അടുത്ത തുടർ നീക്കങ്ങൾ, ഒപ്പം തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മനീഷ് സിസോദിയയ്ക്ക് പുറമെ തന്നെ ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ യോഗം ചേർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം രാജിവെക്കാൻ തീരുമാനിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ആ ഒരു തീരുമാനത്തെ പൂർണ്ണ പിന്തുണ തന്നെയാണ് ആം ആദ്മി പാർട്ടി നൽകുന്നത്. ഇതുവരെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് ആം ആദ്മി ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ രാജിവെക്കുന്ന മണ്ഡലങ്ങളിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജനവിധി തേടി തിരിച്ചു വരണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നുമാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. ഇന്നലെയും ഈ MLA-മാരെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം ചേരുകയുണ്ടായി. സമാന യോഗം തന്നെയാണ് ഇന്ന് വൈകിട്ടും ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ സജീവമായിട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇരുവരുമായി, അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ മനീഷ് സിസോദിയയുമായുള്ളൊരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നത്. നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമെന്നും പാർട്ടി അറിയിച്ചിട്ടുണ്ട്. യെസ്, അരവിന്ദ് കെജ്രിവാളിന്റെ രാജി നാളെയാണ്. പുതിയ മുഖ്യമന്ത്രിയെ ഉടൻ തെരഞ്ഞെടുക്കും. അത് MLA-മാരിൽ നിന്നാണോ എന്ന ചോദ്യത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ സൗരഭ് ഭരദ്വാജ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇപ്പോൾ കെജ്രിവാളും മനീഷ് സിസോദിയയും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈകിട്ടാണ് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. ചില തീരുമാനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറത്ത് കടുത്ത നിയന്ത്രണങ്ങൾ. മലപ്പുറം ജില്ലയിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനുൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. പനിയുള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. ഇന്നു മുതൽ സർവേ തുടങ്ങും. നിപ സ്ഥിരീകരിച്ച മേഖലയുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലാണ് സർവേ നടക്കുക. തിരുവാലി പഞ്ചായത്തിലെ നിപ ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിലാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നബിദിന ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ആ മേഖലയിൽ നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ജനങ്ങളുടെ കരുതൽ പഞ്ചായത്തും ജനപ്രതിനിധികളും സർക്കാരും ഒപ്പമുണ്ട് എന്നുള്ള ഒരു സന്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിന്, നിയന്ത്രണങ്ങൾ കുറെ കൂടി കടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗബാധിതൻ രോഗം ഉള്ള സമയത്ത് അയാളുടെ യാത്രകൾ, അയാൾ എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നതിൻ്റെ മുഴുവൻ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സഞ്ചാര പഥത്തിലൂടെ അയാൾ യാത്ര ചെയ്തിട്ടുണ്ടാകുമോ ഈ സമയത്ത്? അതുകൊണ്ടാണോ ഒരു ജില്ല മുഴുവൻ ഈ നിലയിൽ നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്നത്? വിജയകുമാർ, പ്രത്യേക നിയന്ത്രണങ്ങളും പൊതു നിയന്ത്രണങ്ങളുമായി മലപ്പുറം വീണ്ടും ഒരു നിപ ജാഗ്രതയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ചോദിച്ചതുപോലെ തന്നെ ആ ഒരു സഞ്ചാരപഥം കണ്ടെത്തേണ്ടത് അത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചും കുറച്ച് ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയി എന്നുള്ളത് നിലവിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ആരോഗ്യവകുപ്പിന്റെയും തിരുവാലി പഞ്ചായത്തിന്റെയും ഭാഗത്ത് നടക്കുന്നത്. ആ പ്രദേശത്തേക്ക് എന്തിനു പോയി എന്നിപ്പോൾ ഈ സുഹൃത്തുക്കളുടെയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 151 പേരാണ് ഇപ്പോൾ ക്വാറന്റൈനിലായിട്ട് ഉള്ളത്. പക്ഷേ അതിലേറെ ആളുകളുടെ ഒരു എണ്ണം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശമായിട്ടുള്ള ഒരു ജാഗ്രതയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണം കൂടി വന്നതിന് ശേഷമായിരിക്കും റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുന്നത്. ഇപ്പോൾ 5 വാർഡുകൾ മാത്രമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരിക്കുന്നത്. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലാണ് കൂടാൻ പാടില്ല എന്നുള്ളത് കർശനമായി തന്നെ നടപ്പാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ സ്കൂളും കോളേജും ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറക്കരുത്, വ്യാപാര സ്ഥാപനങ്ങൾ 7 മണി മുതൽ 10 മണി വരെ മാത്രമാക്കി ചുരുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കുന്നതിന് പ്രയാസവുമില്ല, അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകൾ തുറക്കരുത് തുടങ്ങിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാത്രമാണ് ഉള്ളത്. പൊതു നിയന്ത്രണങ്ങൾ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ പരമാവധി ആളുകളെ ചുരുക്കുക എന്നുള്ളതാണ്. ഈ കോൺടാക്ട് ട്രേസിംഗ് എന്നുള്ളത് ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് സുഹൃത്തുക്കളുമായി യാത്ര ചെയ്തിട്ടുണ്ട് തുടങ്ങിയതിൻ്റെ ഒരു അന്തിമ ലിസ്റ്റിലേക്ക്, ഒരു അന്തിമ ഇതിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നതേ ഉള്ളൂ. ആ എത്തിയതിനു ശേഷം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കുന്നതോടുകൂടിയായിരിക്കും ഇതിലൊരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീവർ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫീവർ സർവേയിലേക്ക് കടന്നിരിക്കുന്നത്. ഓരോ വാർഡിലും 5 ടീമുകൾ ഏറ്റവും ചുരുങ്ങിയതെങ്കിലുമുണ്ട്. ഇങ്ങനെ 5 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫീവർ സർവേ തുടങ്ങുന്നു. ചെറിയ തോതിലെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ എത്രയും വേഗം അവരെ ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിപ്പിക്കുക, അവരുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക തുടങ്ങിയവയാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ 10 പേരെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ പലരുടെയും സാമ്പിളുകൾ ഇപ്പോൾ പ്രാഥമിക ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ ചിലരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവല്ലോ പൂനെ വൈറോളജി ലാബിലേക്ക്. അതിൻ്റെ റിസൾട്ട് എപ്പോഴാകും കിട്ടുക? ഇത് കൂടുതൽ ആളുകൾക്ക് രോഗം പടർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചുവടായിരിക്കുമല്ലോ. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ചിലർക്ക് ലക്ഷണങ്ങളുണ്ട്, ആ പരിശോധന റിസൾട്ട് കിട്ടണമെന്നത്. അപ്പോൾ അതെപ്പോൾ നമുക്ക് ലഭ്യമാകും? അതെ, പ്രാഥമിക ലിസ്റ്റിൽ 26 പേരുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രൈമറി കോൺടാക്റ്റിലുള്ളത് 26 പേരുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 5 പേരായിരുന്നു ഈ രോഗലക്ഷണങ്ങളുമായി വന്നത്. അത് ഈ പനി ഉൾപ്പെടെയുള്ള ചെറിയ ലക്ഷണമാണെങ്കിൽ പോലും ആദ്യം 5 പേരാണ് വന്നിരുന്നത്. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ നാളെയോ വരും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും എത്രത്തോളം ഈ രോഗം വ്യാപനം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ നിയന്ത്രിക്കാൻ പെടാൻ എത്ര ദിവസം എടുക്കും എന്നതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യത ആരോഗ്യവകുപ്പ് വരികയുള്ളൂ. ഇപ്പോൾ നിലവിൽ 10 പേരുടെ സാമ്പിളുകളാണ് എടുക്കുന്നത്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി നേതൃത്വത്തിലായിരിക്കും ഇവിടുത്തെ ഒരു ഏകോപന ചുമതല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, അത് കർശനമായി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് പോലീസ് മേധാവി നോക്കുകയും ചെയ്യും. അതിലൂടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതോടുകൂടി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തുനിന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു, മലപ്പുറം ജില്ലയിൽ മുഴുവൻ മാസ്ക് നിർബന്ധമാക്കുന്നു. അതിനിടയിൽ ബംഗളൂരുവിൽ നിന്ന് ഈ വിദ്യാർത്ഥിയുടെ രോഗബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ എത്തിയിരുന്നു. അപ്പോൾ അവരോട് ജാഗ്രത പാലിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാരിന് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർണാടകയും അക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നാണ് വരുന്നത്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ പരിശോധനാ ഫലം വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോഴായിരിക്കും ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതുണ്ടോ എന്നതിൽ ആരോഗ്യവകുപ്പ് ഒരു തീരുമാനമെടുക്കും. സ്വകാര്യതാ ലംഘനത്തിന് റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി WCC. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തുവിട്ടത് കോടതി വിധി ലംഘിച്ചാണെന്ന് കത്തിൽ WCC പറയുന്നു. സ്വകാര്യത മാനിക്കണമെന്ന കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും ചാനൽ നടത്തിയത് സ്വകാര്യതയ്ക്കെതിരായ കടന്നാക്രമണമാണെന്നും കത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും WCC ആവശ്യപ്പെടുന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് WCC ഈ കത്തിൽ പറയുന്നത്? കഴിഞ്ഞ ദിവസം കോടതി ഈ ഹർജികളൊക്കെ പരിഗണിച്ച ഘട്ടത്തിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന് ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതിൽ അവർ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തും. പക്ഷേ അപ്പോഴും ഈ മൊഴികൾ പുറത്തുവിടുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതേ നിലയിൽ ചർച്ച ചെയ്യുന്നതൊക്കെ അത് ശരിയല്ല, അത് ഉചിതമല്ല, അതിൽ അത്തരത്തിലൊരു മാധ്യമ വിചാരണ പാടില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് WCC സർക്കാരിനെ അറിയിക്കുന്നു. ഏതെങ്കിലും തുടർ നടപടികൾ വേണം എന്ന് WCC കത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ? വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്നാണ് WCCയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം കോടതി അടക്കം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പ്രധാനമായും ഈ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നു, സ്വകാര്യതകൾ ലംഘിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതെല്ലാം കണക്കിലെടുത്താണ് കോടതി അത്തരത്തിലൊരു നിഗമനത്തിലെത്തുകയും അതൊരു നിർദ്ദേശമായി തന്നെ നൽകുകയും ചെയ്തത്. പക്ഷേ നിലവിൽ ഇന്ന് റിപ്പോർട്ടർ ചാനൽ അത് ലംഘിച്ചു എന്നുള്ളതാണ് WCC പറയുന്നത്. ഈ പുറത്തു വന്ന വാർത്തകൾ അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. നേരത്തെ വിവരാവകാശ കമ്മീഷൻ
അടക്കം പറഞ്ഞിരുന്നു. ഒരു തരത്തിലും അതിജീവിതരുടെ പേരുൾപ്പെടുത്തില്ല എന്ന് മാത്രമല്ല അവരെ തിരിച്ചറിയുന്ന അടയാളം പോലും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്ന് കർശന ഉറപ്പ് നൽകിയാണ് റിപ്പോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് പോലും അത് നൽകിയത്. പക്ഷേ അതെല്ലാം ഇവിടെ ലംഘിക്കപ്പെടുന്നു എന്നാണ് ആശങ്കയായി WCC പറയുന്നത്. ഒപ്പം ഈ മൊഴി നൽകിയ ആളുകളുടെ മാനസിക നിലയെ കൂടി തകർത്തെറിയുന്ന തരത്തിലാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റിപ്പോർട്ടർ ചാനലിന്റെ നിലപാട് അത് സംശയാസ്പദമാണ് എന്നും WCC ആശങ്കയെ പ്രകടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്താണ് നൽകിയിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അവർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. മുൻ സാഹചര്യങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഘട്ടത്തിൽ അവർ കക്ഷി ചേർന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സമാനമായ രീതിയിൽ ഒരുപക്ഷെ കക്ഷി ചേരാനുള്ള സാധ്യതയും WCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. അവർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ്. സ്വകാര്യത സംരക്ഷിക്കപ്പെടണം. അതിജീവിതർക്ക് അവരെ പിന്നോട്ടടിക്കുന്ന ഒരു നിലപാടും അംഗീകരിക്കാനാവില്ല. അവരെ ചേർത്ത് പിടിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി വേണം എന്നാണ് WCCയുടെ ആവശ്യം. വിജയകുമാർ. വിഷ്ണു, ഇപ്പോൾ ആളുടെ പേര് പറയുന്നില്ലെങ്കിലും അവരെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക, ആ നിലയിലുള്ള വിവരങ്ങൾ വാർത്തകൾ ഉൾപ്പെടുത്തുക, ഇതൊക്കെയും ഈ തരത്തിൽ നിയമപരമായ ഇടപെടലിന് വഴിവെക്കാവുന്ന സംഗതികളാണ്. അപ്പോൾ ഇത് ഒരു പരാതി എന്ന നിലയിൽ സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് വേണമെങ്കിൽ പരിഗണിച്ച് തുടർ നിയമ നടപടികളിലേക്ക് പോകാവുന്നതാണ്. പോലീസിനോ അന്വേഷണ സംഘത്തിനോ കൈമാറാവുന്നതാണ്. അത്തരം എന്തെങ്കിലും നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ? ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ കത്തിന്മേൽ നടപടികൾ ഉണ്ടാകുമോ? വിജയകുമാർ, തീർച്ചയായും കോടതി അലക്ഷ്യ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാവുന്ന ഒരു നിലപാടാണ് നിലവിൽ ചാനൽ കാണിച്ചിരിക്കുന്നതെന്ന് ഉറപ്പായും പറയാം. പക്ഷേ അതിൽ ആഭ്യന്തര വകുപ്പാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇത്തരത്തിൽ മൊഴിയുടെ വിശദാംശങ്ങൾ അതിജീവിതരുടെ പേരില്ല എങ്കിൽ പോലും അവരെ മനസ്സിലാക്കുന്ന അടയാളങ്ങൾ പുറത്തുവിട്ടു എന്ന് ചൂണ്ടിക്കാട്ടിച്ച് സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോ കോടതിയെ സമീപിക്കാവുന്നതാണ്. കോടതി ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യും. പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. പ്രത്യേകിച്ച് WCCയുടെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പോ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനോ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാവില്ല. ശരി വിഷ്ണു, ഏതായാലും മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം എന്നാണ് ഈ തുറന്ന കത്തിൽ WCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും തുടർ നീക്കങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകുമോ, നിയമപരമായ നടപടികൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.